ഈ ഈ പൈൻമരത്തിൻ്റെ ആ മരത്തിനുള്ളത് 45-നും 55-നും ഇടയ്ക്ക് വെയിറ്റാണ് ആ മരത്തിനുള്ളത്. ചിലപ്പോൾ ചില കഷ്ണത്തിന് അതിനേക്കാളും കൂടിയെന്നും വരാം. അപ്പോൾ അതിൻ്റെ വണ്ണത്തിന് ഇച്ചിരി കൂടി. പക്ഷേ ഇതാണ് അതിൻ്റെ ഒരു നിയമപരമായിട്ടുള്ള വേദശാസ്ത്ര പണ്ഡിതന്മാർ, ചരിത്രകാരന്മാർ പറയുന്നതിൻ്റെ വെയിറ്റ് അതാണ്. അപ്പോൾ അതിങ്ങനെ തോളയിൽ വെച്ച് കെട്ടിക്കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ കൈ വിരിച്ച് നിർത്തിയിട്ട് 2 കയ്യിലും കൂടി ഇത്രയും വെയിറ്റുള്ള മരം വെച്ച് കെട്ടിക്കൊണ്ട് പോകുന്നു. 3 പ്രാവശ്യം കമന്നടിച്ച് വീഴുന്നു. 1 പ്രാവശ്യം മുട്ടുകുത്തി വീഴുന്നു, 2 പ്രാവശ്യം കമന്നടിച്ച് വീഴുന്നു. അപ്പോഴൊക്കെ അനുഭവിച്ച വേദന ഒന്ന് ആലോചിച്ച് നോക്കും. ഇത് അദ്ദേഹത്തിന് വേണ്ടിയല്ല, യേശുവിന് വേണ്ടിയല്ല ഈ വേദന സഹിച്ചത്, നമുക്ക് വേണ്ടിയാണ്. അത് നമ്മൾ മറന്നു പോരുത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം യേശുക്രിസ്തുവിന് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയാണ്, മനുഷ്യർക്ക് വേണ്ടിയാണ്. അങ്ങനെ അവിടെ കൊണ്ടുവന്ന് ഈ കഷ്ണങ്ങൾ അവിടുന്ന് കയ്യിൽ നിന്ന് അഴിച്ചെടുത്തതിന് ശേഷം തോളിൽ നിന്ന് എടുത്ത് താഴെ ഇറക്കിയതിന് ശേഷം അത് ബന്ധിച്ച് ക്രൂശിൻ്റെ രൂപമാക്കി, ക്രോസ് നെടുകയും കുറുകയുമാക്കി ക്രൂശിൻ്റെ രൂപമാക്കിയിട്ട് യേശുക്രിസ്തുവിനെ ക്രൂശിൻ്റെ രൂപത്തിൽ കിടത്തി. കൈകാലുകൾ ആണി കൊണ്ട്, അതായത് 6 ഇഞ്ച് 6 ഇഞ്ചിനും 8 ഇഞ്ചിനും നീളമുള്ള ഇരുമ്പ് ആണികളാണ് അതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അത്രയും ഇരുമ്പാണികൾ കൊണ്ട് കൈകാലുകൾ വലിച്ച് നീട്ടിയിട്ട് അതിന് കൈകാലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് നീട്ടിയാണ് നല്ല ശക്തമായിട്ട് വലിച്ച് നീട്ടി ടൈറ്റായിട്ടാണ് ഈ ക്രൂശീകരണം ആണികൾ അടിക്കുന്നത്. അപ്പോൾ സന്ധികളിൽ നിന്നും നമ്മുടെ ജോയിൻസിൽ നിന്നും അസ്ഥികളൊക്കെ വിട്ടു പോകുവാന്നൊക്കെ ഇടയായിട്ട്, അങ്ങനെ അത്രയ്ക്ക് ടൈറ്റായിട്ടാണ് വലിച്ചാണ് ക്രൂശീകരിക്കുന്നത്. ഇതിനൊക്കെ അർത്ഥമുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ ശരീരം കൊണ്ട് മനുഷ്യൻ്റെ ശരീരം കൊണ്ട് ചെയ്ത ഓരോ പാപത്തിനും ദൈവത്തിൻ്റെ നീതിക്ക് തക്കവണ്ണം പരിഹാരം വരുത്തുന്ന യാഗമായിരുന്നു യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണം. അതിന് തക്ക പരിഹാരം വരുത്തുന്നത് അതാണ് അതിൻ്റെ ശിക്ഷ. അപ്പോൾ അങ്ങനെ അത് ആ ക്രൂശീകരണം നടത്തി കൈകാലുകൾ ആണികളാൽ ക്രൂശിച്ചു. അങ്ങനെ യേശുക്രിസ്തുവിനെ പിന്നെ ക്രൂശിൻ്റെ ഇതിലേക്ക്, അതായത് ക്രൂശിച്ച് കഴിഞ്ഞതിന് ശേഷം മരത്തിൽ ക്രൂശിച്ചതിന് ശേഷം ഇതിൻ്റെ കുഴിയിലേക്ക് ഇറക്കണം. അപ്പോൾ അവർ ഇത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വടം കെട്ടിയിട്ടാണ് ഈ ക്രൂശിക്കപ്പെട്ട വ്യക്തിയെ നിവർത്തുന്നത്. വടം കെട്ടി കുഴിയിലേക്ക്, ഇതിൻ്റെ കുഴിയുണ്ട്, ആ കുഴിയിലേക്ക് ഇറക്കുകയാണ്. അപ്പോൾ ഏതാണ്ട് ഒരു 3-4 അടിയോളം താഴ്ചയിലാണ് ഈ കുഴി കുഴിക്കുന്നത്. 3 അടിക്കും 4 അടിക്കും താഴ്ചയിലാണ് ഈ കുഴി കുഴിക്കുന്നത്. അപ്പോൾ അത്രയും കുഴിയിലേക്ക് ഈ ഇതിങ്ങനെ അങ്ങോട്ട് ഇത്രയും വെയിറ്റുള്ള അതൊന്ന് വീഴുമ്പോൾ നമ്മൾ ആണി തറച്ച് വെച്ചിരിക്കുകയാണല്ലോ, കൈകളും കാലുകളും ആണി തറച്ച് വെച്ചിരിക്കുക. വീഴുന്ന ആ ഷെയ്ക്കിൽ, ആ കുലുക്കത്തിൽ സന്ധികളിൽ നിന്നെല്ലാം, അതായത് നമ്മുടെ കൈകാലുകളുടെയും അരയുടെയും സന്ധികൾ, അതായത് അസ്ഥികൂടത്തിൻ്റെ ജോയിൻറ്റിൽ നിന്ന് ആ ജോയിൻ്റ് എല്ലാം വിട്ടുപോകും. ഭയങ്കരമായിട്ട് വേദന എടുക്കും. വളരെ നമുക്ക് മനുഷ്യന് സഹിക്കാൻ പറ്റാത്ത വേദനയാണ് ആ സമയത്ത് ഉണ്ടാകുന്നത്, ആ കുഴിയിലേക്ക് വീഴുമ്പോൾ ഉണ്ടാകുന്നത്. പതുക്കെ ഇറക്കി വിടുകയല്ല, കയറിന് കെട്ടി ഇറക്കി കുഴിയിലേക്ക് ഇതായിട്ട് വീഴുക, ശക്തിയോടെ വന്ന് വീഴുമ്പോഴത്തേക്ക് സന്ധികളെല്ലാം വിട്ടുപോകും. അപ്പോൾ അങ്ങനെ അത്രയും വേദന. അങ്ങനെ ആ വേദനയിൽ 6 മണിക്കൂർ, 3 മണിക്ക് ക്രൂശിച്ചു. 6 മണിക്കൂർ ഈ ക്രൂശിൽ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷയെ വഹിച്ചുകൊണ്ട് കിടന്നു, ആ യാതന അനുഭവിച്ചു. ഓരോ ശ്വാസം എടുക്കുമ്പോഴും മനുഷ്യൻ്റെ ബുദ്ധിക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയാണ് ശരീരത്തിൽ എടുക്കുന്നത്. ഓരോ ശ്വാസം മുകളിലേക്ക് എടുത്ത് കീഴ്പോട്ട് വിടുമ്പോഴും അത്രമാത്രം വേദനയാണ് യേശുക്രിസ്തു സഹിച്ചത്. കാര്യം ശ്വാസം എടുക്കണമെന്നുണ്ടെങ്കിൽ കാലിൽ ബലം കൊടുത്തിട്ട്, കൈക്ക് ബലം കൊടുത്ത് വേണം ഓരോ ശ്വാസം എടുക്കാൻ. അപ്പോൾ ആണി തറച്ച് വെച്ചിരിക്കുകയാണല്ലോ, ശക്തമായ വേദന എടുക്കും, ശക്തമായ വേദന. അതുപോലെ ഈ ആണി തറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈയുടെ ഞരമ്പ്, 2 ഞരമ്പുകൾ, അത് ആ ഞരമ്പുകൾക്ക് ഒരു ചെറിയൊരു ക്ഷതമേറ്റ് കഴിഞ്ഞാൽ മനുഷ്യൻ സഹിക്കാൻ പറ്റത്തില്ല. അത്രയും മാത്രം മർമ്മമായ ആ ഞരമ്പിലാണ് ആണി അടിക്കുന്നത്. കൈകളും കാലുകളിലെ മർമ്മമായ പ്രധാനപ്പെട്ട ആ ഞരമ്പിലാണ് ആണി അടിക്കുന്നത്. ആ ഞരമ്പിലൂടെയാണ് ആണി കടന്നു പോകുന്നത്. അപ്പോൾ അതിൻ്റെ വേദന. പിന്നെ ഈ ശ്വാസം എടുക്കുമ്പോൾ, ഓരോ പ്രാവശ്യവും ശ്വാസം എടുക്കുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന വേദന. അങ്ങനെ 6 മണിക്കൂർ സമയം വേദന സഹിച്ചു. അപ്പോഴൊക്കെ രക്തം ചിന്തുകയാണ്. ഈ 6 മണിക്കൂറും ശരീരത്തിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. അതായത് 5-ാമത്തെ പ്രാവശ്യം
ഏഴാമത്തെ പ്രാവശ്യം രക്തമൊഴുകുന്നത് ക്രൂശിൽ വെച്ച് ക്രൂശിച്ച് കഴിഞ്ഞതിന് ശേഷം, യേശുക്രിസ്തുവിനെ ക്രൂശിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഏഴാമത്തെ പ്രാവശ്യം ക്രൂശിൽ നിന്ന് വീഴുന്ന രക്തം. അതായത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുയേശുവിൽ നിന്ന് വീഴുന്ന രക്തം, ഭൂമിയിൽ വീഴുന്ന രക്തം. അപ്പം ആ രക്തം ഇങ്ങനെ 6 മണിക്കൂർ സമയം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒഴുകി ആ രക്തം മുഴുവനും തീർന്നു. ഏതാണ്ട് 6 മണിക്കൂർ ആയ സമയത്താണ് കർത്താവ് പറഞ്ഞത്, സകലവും നിവൃത്തിയായി. മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് പരിഹാരമായി ദൈവത്തിൻ്റെ നീതിക്ക് തക്ക പരിഹാരയാഗം ഞാൻ അർപ്പിച്ചു കഴിഞ്ഞു. ഇനി ഒരു യാഗവും മനുഷ്യവർഗത്തിന് പാപപരിഹാരത്തിന് വേണ്ടി അവശേഷിക്കുന്നില്ല എന്ന് പറഞ്ഞ് സകലവും നിവൃത്തീകരിച്ചു, ടെസ്റ്റ്ലെസ്റ്റായി എന്ന് പറഞ്ഞ്, പിതാവേ എൻ്റെ ആത്മാവിനെ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നുവെന്ന് പറഞ്ഞ് പ്രാണനും ആത്മാവും യേശുക്രിസ്തു പിതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ക്രൂശിൽ തലചായിച്ചു, ജീവൻ വെടിഞ്ഞു, വിട്ടുകൊടുത്തു. മരിക്കാൻ വേണ്ടി ജനിച്ചവൻ, രാജാവായി ജനിച്ചവൻ, ഏക വ്യക്തിയേ ഉള്ളൂ. ഈ 2 വ്യക്തികളും ഏക വ്യക്തിയാണ്. രാജാവായി ജനിച്ചവനും മരിക്കാൻ വേണ്ടി അനേകരുടെ പാപങ്ങൾക്ക്, മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ പാപങ്ങൾക്ക് പരിഹാരമായി യാഗമായി തീരുവാൻ, ദൈവത്തിൻ്റെ നീതിക്ക് തക്ക പരിഹാരം വരുത്തി മരണം വരിക്കുവാൻ ജനിച്ച ഏക വ്യക്തി, രാജാവായി ജനിച്ച ഏക വ്യക്തിയെ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. അപ്പോൾ ഇങ്ങനെ യേശുക്രിസ്തുവിൻ്റെ രക്തം ഇത്രമാത്രം ചൊരിയപ്പെട്ടു, കാൽവരി ക്രൂശിൽ ചൊരിയപ്പെട്ടു. അപ്പോൾ ഇതാണ് യേശുക്രിസ്തുവിൻ്റെ രക്തം. ഈ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ മാഹാത്മ്യം ഇതൊക്കെയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് യേശുക്രിസ്തുവിൻ്റെ രക്തത്തെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു അവലോകനം നിങ്ങൾക്ക് കിട്ടിക്കാണും. ആ രക്തത്തിൻ്റെ സവിശേഷത, ശ്രേഷ്ഠത, അതിൻ്റെ പ്രയോജനം ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈ വീഡിയോ ഇപ്പം 2ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് 2ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തുടർമാനമായിട്ടാണ്. പക്ഷേ ഒരു ഇടയ്ക്ക് അതിൻ്റെ ആ ഒരു ടൈം കട്ട് ചെയ്തപ്പോൾ ഇപ്പം 7 മിനിറ്റും 6 സെക്കൻഡുമായി. അപ്പോൾ ഈ വീഡിയോ കൂടി നിങ്ങളത് അത് കണക്ട് ചെയ്ത് വേണം കാണാനായിട്ട്. കട്ടായി പോയിട്ടുണ്ടെങ്കിൽ അത് ഒന്നിച്ച് തന്നെ ആയിട്ട് വേണം നിങ്ങൾ കാണാനായിട്ട്. അപ്പോൾ സർവ്വ നന്മകളും നിങ്ങൾക്ക് നേരുന്നു. ഈ യേശുക്രിസ്തുവിൻ്റെ രക്തം നിങ്ങളുടെ സകല പാപവും പോക്കി നിങ്ങളെ ശുദ്ധീകരിച്ച് നിത്യതയ്ക്ക് ദൈവരാജ്യത്തിന് അവകാശികളായി തീർത്ത് ദൈവമക്കളായി തീരുവാൻ, ക്രിസ്തുയേശുവിൻ്റെ വിശുദ്ധരായ വിശ്വസ്തരായ ശിഷ്യന്മാരായി തീരുവാൻ, യഥാർത്ഥ ക്രിസ്തീയ കുടുംബത്തിലെ അംഗമായി തീരുവാൻ ഇടയായി തീരട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി ഈ ദൈവിക സന്ദേശം നിങ്ങൾക്കായി, ലോകജനത്തിനായി ഞാൻ സമർപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ബോധം തരട്ടെ. നിത്യജീവൻ പ്രാപിപ്പാൻ ഈ തിരുവചനം, ഈ സദ്വാർത്ത ദൂത്, ഈ സ്വർഗീയ സന്ദേശം നിങ്ങൾക്ക് സഹായകമായി തീരട്ടെ. ഈ ഭൂമിയിലും വരുവാനുള്ള നിത്യതയിലും അത് അനുഗ്രഹത്തിനും പ്രതിഫലത്തിനും കാരണമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സന്ദേശത്തെ, ഈ യേശുക്രിസ്തു ആര് എന്നുള്ള വിഷയത്തെക്കുറിച്ച്, യേശുക്രിസ്തുവിൻ്റെ രക്തത്തെക്കുറിച്ചുള്ള ഈ സന്ദേശം ഇവിടെ ഞാൻ പര്യവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. ആമേൻ, ആമേൻ, ആമേൻ.